ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇന്നലെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം, എനിക്ക് അതിന് താല്പര്യമില്ല, എനിക്ക് അതിന് ആഗ്രഹമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? എനിക്കറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, കുറെ ഐ ഡോണ്ട് നോ എന്നാണ്. പക്ഷെ അത് പല ടൈപ്പിലും നമ്മൾ മലയാളത്തിൽ സെന്റൻസുകൾ പറയാറുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ എനിക്ക് ആവശ്യമില്ല എന്നുള്ള കുറച്ച് സെന്റൻസ്, അതായത് ഐ ഡോണ്ട് നീഡ്, ഇവ രണ്ടുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഐ ഡോണ്ട് നോ മാത്രമല്ല ഐ ഡിഡ്ന്റ് നോ പല രീതിയിലുമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പം ഐ ഡോണ്ട് നോ അല്ലെ, ആരും മാറി നിൽക്കേണ്ട, വിവിധ സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയില്ല അല്ലെ, എനിക്ക് നിന്റെ ഇമെയിൽ ഐ ഡി അറിയില്ല, എനിക്ക് എന്റെ ഇമെയിൽ ഐ ഡി തന്നെ അറിയില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പം എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ ഹെർ ഫോൺ നമ്പർ. ഐ ഡോണ്ട് നോ ഹെർ ഫോൺ നമ്പർ. ഇനി നമ്മൾ ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്ത് വേറൊരു സെന്റൻസ് പറയാണ്, എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയുമെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു അല്ലെ. എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയുമെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. എനിക്ക് അവളെ വിളിക്കാന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അവളുടെ ഫോൺ നമ്പർ അറിയില്ല എന്നതാണ് കാരണം. അപ്പോൾ ഇങ്ങനെ പറയാണ്, എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയുമെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. ഇതെങ്ങനെ പറയാ? ഇഫ് ഐ ന്യൂ ഹെർ ഫോൺ നമ്പർ. ഇവിടെ പറയുന്നത് എന്താണ്? എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയുമെങ്കിൽ എന്നാണ്. അതുകൊണ്ട് അവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം ഇഫ് ഐ ന്യൂ ഹെർ ഫോൺ നമ്പർ I would call her. If I knew her phone number, I would call her. എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയുമെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. ഓക്കെ, അവർ എങ്ങോട്ട് പോയതെന്ന് നിനക്കറിയാമോ? ഇപ്പം നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആളില്ല, ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, അവർ എങ്ങോട്ടാ പോയതെന്ന് നിനക്കറിയാമോ അല്ലേ, ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ എങ്ങനെ ചോദിക്കുക? ഇവിടെ നമ്മൾ ഐ ഡോണ്ട് നോ എന്നല്ല നമ്മൾ ഇവിടെ പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഡു യു നോ വേർ ദേ വെന്റ്? ഡു യു നോ, നിനക്കറിയാമോ? വേർ ദേ വെന്റ്, അവരെങ്ങോട്ടാ പോയതെന്ന്, എവിടേക്കാ പോയതെന്ന് അല്ലേ. ഡു യു നോ വേർ ദേ വെന്റ്. ഓക്കെ, അപ്പൊ അതിനൊരു റിപ്ലൈ ആയിട്ട് എന്താ പറയുന്നത്? അവർ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ, അവരെങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ ദേ വെന്റ്. ഐ ഡോണ്ട് നോ വേർ ദേ വെന്റ്, അവരെങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളിവിടെ ഐ ഡോണ്ട് നോ യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, നീ അവളുടെ വീട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ചോദിക്കുകയാണ് ഒരാളോട്, നീ അവളുടെ വീട് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഹെർ ഹൗസ്? ഹാവ് യു സീൻ ഹെർ ഹൗസ്, നീ അവളുടെ വീട് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതിനും നമുക്ക് ആൻസർ ആയി പറയാം, എനിക്ക് അവളുടെ വീട് അറിയില്ല എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ, എനിക്ക് അവളുടെ വീട് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹെർ ഹൗസ് എന്ന് പറയാം. അവളുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ വേർ ഹെർ ഹൗസ് ഈസ്. ഐ ഡോണ്ട് നോ വേർ ഹെർ ഹൗസ് ഈസ്. ഇവിടെ എന്തിനാ വേർ? അവളുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നുള്ളതൊന്നും കൂടി ഊന്നൽ നൽകി പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടയിൽ വേർ, വാട്ട്, ഇതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അവളുടെ വീട് അറിയില്ല, ഇവിടെ വേറിന്റെ ഒരു വാക്ക് ഇവിടെ വരുന്നില്ല. പക്ഷേ അത് ഒന്നുകൂടി നമ്മൾ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വേർ യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് നോ വേർ ഹെർ ഹൗസ് ഈസ്. എനിക്ക് അവളുടെ വീട് എവിടെയാണെന്ന് അറിയില്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ വേർ എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു കണക്കെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പോവാണ് സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, ആ വീട്ടിൽ എത്ര ആളുകളുണ്ടെന്ന് പറയാമോ? നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുകയാണ്, ആ വീട്ടിൽ എത്ര ആളുകളുണ്ട് എന്ന് പറയാമോ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിലോ, ക്യാൻ യു ടെൽ മീ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദാറ്റ് ഹൗസ്? ക്യാൻ യു ടെൽ മീ, നിനക്ക് എന്നോട് പറയാമോ? ഹൗ മെനി പീപ്പിൾ ആർ ദർ, അവിടെ എത്ര ആളുകളുണ്ട്? ഇൻ ദാറ്റ് ഹൗസ്, ആ വീട്ടിൽ എത്ര ആളുകളുണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് ഒരാള്. അപ്പോ നമ്മൾ അതിന് ആൻസർ ആയിട്ട് പറയാണ്, ആ വീട്ടിൽ എത്ര ആളുകളുണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് ആണ്. ഇനി നമുക്ക് ആ വീട്ടിലെ ആളുകൾ അറിയാമെങ്കിൽ അത് പറയാട്ടോ. അപ്പോ ആ വീട്ടിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദാറ്റ് ഹൗസ്.
ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദാറ്റ് ഹൗസ്, ആ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നെങ്ങനെ പറയാ? എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. എവിടെയോ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടുള്ള വഴി അറിയില്ല. അപ്പോ എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം, പോവാത്ത കാരണം ഇതാണ്, വഴി അറിയാത്തതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഐ ഡിഡ്ന്റ് ഗോ, ഞാൻ പോയില്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ ദ വേ. ഐ ഡിഡ്ന്റ് ഗോ ബിക്കോസ് ഐ ഡോണ്ട് നോ ദ വേ ദർ, എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയാത്തത് കൊണ്ട് ഞാൻ പോയില്ല. ഓക്കെ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ കാർ എടുത്തില്ല. അല്ലേ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ കാർ എടുത്തില്ല. എങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് ടേക്ക് ദ കാർ, ഞാൻ കാർ എടുത്തില്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. ഐ ഡിഡ്ന്റ് ടേക്ക് ദ കാർ ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്, എനിക്ക് കാർ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ കാർ എടുത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, അവൾ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ എന്താ പറയുന്നത്? അവൾ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നാണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ. ഐ ഡിഡ്ന്റ് നോ, അവിടെ നമ്മൾ ഐ ടോൾഡ് അല്ല, ഞാൻ അറിയില്ല എന്നല്ല പറയുന്നത്, ഞാൻ അറിഞ്ഞില്ല എന്നാണ്. സോ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഷീ ഹാഡ് കം. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഷീ ഹാഡ് കം, കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ. സോ നമ്മൾ അവിടെ ഹാഡ് യൂസ് ചെയ്തു, ഡിഡ്ന്റ് യൂസ് ചെയ്തു. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഷീ ഹാഡ് കം, അവൾ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ്, നീ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല, കാരണം എന്റെ ഫോൺ ബാഗിലായിരുന്നു എന്നാണ്. അപ്പം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവിടെയും പാസ്റ്റ് ആണ്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു കോൾഡ്, നീ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല, ബിക്കോസ് മൈ ഫോൺ വാസ് ഇൻ മൈ ബാഗ്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു കോൾഡ് ബിക്കോസ് മൈ ഫോൺ വാസ് ഇൻ മൈ ബാഗ്. നീ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല, കാരണം എൻ്റെ ഫോൺ ബാഗിലായിരുന്നു. ഇനി നമുക്ക് ഡോണ്ട് നീഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ഐ ഡോണ്ട് നീഡ്, നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. താല്പര്യമില്ല, ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ വാണ്ട് എന്ന് യൂസ് ചെയ്തു. എന്നാൽ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല, ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നീഡ് ദിസ്, ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്കിത് ആവശ്യമില്ല. ഇപ്പോ നമ്മൾ പറയാറുണ്ട് എനിക്ക് ആരുടെയും സഹായം വേണ്ട, അല്ലേ? ഇതിനൊരു ആവശ്യമില്ല, എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. സെൽഫിഷ് ഉള്ള ആളുകളൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതെങ്ങനെ പറയാ? ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ്, ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ്, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഓക്കെ, ഒരാൾ വല്ലാണ്ട് ഉപദേശിക്കുകയാണ്. ഇപ്പം ഒരാൾക്കും ഒരാളുടെ ഉപദേശവും ഇഷ്ടമല്ല, അല്ലെ? അവനാണ് നല്ലത് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരാൾ ഉപദേശിക്കുക എന്നുള്ളത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മളത് അനുസരിക്കുകയും വേണം. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം, ഇങ്ങനൊരു മൈൻഡ് ഉണ്ടാവുമല്ലോ. ഐ ഡോണ്ട് നീഡ് യുവർ അഡ്വൈസ്, ഐ ഡോണ്ട് നീഡ് യുവർ അഡ്വൈസ്, എനിക്ക് നിന്റെ ഉപദേശം വേണ്ട. ഓക്കെ, ഇപ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല, ഇപ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് എനിത്തിങ് റൈറ്റ് നൗ, ഐ ഡോണ്ട് നീഡ് എനിത്തിങ് റൈറ്റ് നൗ, ഇപ്പോൾ എനിക്ക് ഒന്നും ആവശ്യമില്ല. ഇപ്പം പണം ആരെങ്കിലും കടം ചോദിച്ചു, ആ സമയത്ത് ചിലപ്പോൾ കൊടുക്കാനുണ്ടായില്ല, അല്ലെങ്കിൽ കൊടുത്തില്ല. പിന്നീട് ഒരിക്കൽ നിനക്ക് പണം വേണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആവശ്യം തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയാ എനിക്ക് നിന്റെ പണം വേണ്ട എന്ന് പറയണമെങ്കിലോ എനിക്ക് നിന്റെ പണം വേണ്ട. ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം, എനിക്ക് നിന്റെ പണം വേണ്ട. ഐ ഡോണ്ട് നീഡ് യുവർ മണി, ഐ ഡോണ്ട് നീഡ് യുവർ മണി. ഇവിടെ നീഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നീഡ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നീഡ് യുവർ മണി. ഓക്കെ, എനിക്ക് ആരെയും ആവശ്യമില്ല, ഇതും നമ്മൾ പറയാറുണ്ട് അല്ലെ, പല സിറ്റുവേഷനിലും നമുക്കിത് യൂസ് ചെയ്യാം. എനിക്ക് ആരെയും ആവശ്യമില്ല, ഐ ഡോണ്ട് നീഡ് എനിവൺ, ഐ ഡോണ്ട് നീഡ് എനിവൺ, എനിക്ക് ആരെയും ആവശ്യമില്ല. ഓക്കെ, എനിക്ക് വിശദീകരണം ആവശ്യമില്ല. ഒരുപാട് സംസാരിക്കുന്ന ആളുകളുണ്ടാവും, കുറഞ്ഞത് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന ആളുകൾ, അപ്പം ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. അപ്പൊ പറയും എനിക്ക് വിശദീകരണം ആവശ്യമില്ല എന്ന് പറയാറുണ്ട് അല്ലെ. ചിലര് നന്നായി സംസാരിക്കുന്നവരുണ്ടാവും, ചിലർക്ക് സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ പറയുന്നത് എനിക്ക് വിശദീകരണം വേണ്ട എന്ന് പറയാറുണ്ടല്ലോ. ഐ ഡോണ്ട് നീഡ് ആൻ എക്സ്പ്ലനേഷൻ, ഐ ഡോണ്ട് നീഡ് ആൻ എക്സ്പ്ലനേഷൻ, എനിക്ക് വിശദീകരണം ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. എനിക്ക് ആരോടും ഒന്നും തെളിയിക്കേണ്ടതില്ല,
കാരണം ആ സത്യം എനിക്കറിയാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, എനിക്ക് ആരോടും ഒന്നും തെളിയിക്കേണ്ടതില്ല, അങ്ങനെ പറയാറുണ്ട്. ഐ ഡോണ്ട് നീഡ് ടു പ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കുക അല്ലെ. ഐ ഡോണ്ട് നീഡ് ടു പ്രൂവ് എനിത്തിങ് ടു എനിവൺ. എനിക്ക് ആരെയും ഒന്നും തെളിയിക്കേണ്ടതില്ല, അല്ലെങ്കിൽ എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. അവൾ വിളിച്ചത് നീ അറിഞ്ഞില്ലേ? അവൾ വിളിച്ചത് നീ അറിഞ്ഞില്ലേ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇന്നലെ ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അപ്പൊ എന്നോട് കമന്റിൽ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ഇടണേ എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് കമന്റ് ചെയ്യാം കേട്ടോ. അതില് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഇനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഈ വീഡിയോന്റെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്ന ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്യുക. ഇനി ഞാൻ ഒരു സെന്റൻസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയി തന്നിട്ടില്ലെങ്കിൽ അറിയാവുന്ന സിമ്പിൾ സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പഠിച്ച രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കറക്റ്റ് ചെയ്യാം. നമുക്ക് തെറ്റിയാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമ്മളെ കമന്റ് ബോക്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്, അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.